വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. നമ്മളെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ഒരു വീഡിയോ ആണ്, ഒരു റിവ്യൂ വീഡിയോ ആണ്. നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത് ജാവ 42 ആണ്, പുതിയ ഇറങ്ങിയ റീസെൻ്റ്ലി ജാവ 42 FJ. സോ നമ്മൾ വണ്ടിയിലേക്ക് കയറാം. വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡിസൈൻ വൈസ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് ജാവ കംപ്ലീറ്റ് ചേഞ്ച്. നമ്മൾ ടൈൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, പഴയ 42 വെച്ച് സെയിം തന്നെയാണ്, അതിനൊരു വ്യത്യാസമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ടാങ്ക് ഒരു അലൂമിനിയം റെപ്റ്റ് ടാങ്കാണ്. മാക്സിമം ജാവ അതിൻ്റെ ടാങ്കിനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്ത ഒരു ഡിസൈൻ ചെയ്യുന്നതാണ് ഇത്തവണ. എന്തായാലും പഴയ വെച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മോഡൽ തന്നെ കാണാൻ. ഡിസൈൻ വൈസ് ആയാലും ഓവറോൾ നല്ലൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ആൻഡ് നമുക്ക് ഹാൻഡിൽ ബാറിലാണെങ്കിൽ ജാവ 42 FJ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് SG സ്ക്രാംബ്ലറിൽ കണ്ട പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു നോർമൽ ക്ലസ്റ്റർ തന്നെയാണ്. സീറ്റിലേക്ക് വരികയാണെങ്കിൽ നോർമൽ പഴയ 42 പോലെയല്ല, ജസ്റ്റ് ഒരു കുറച്ച് കുഷനിങ്ങൊക്കെ മാറിയിട്ടുണ്ട്. എൻജിൻ സൈഡ് ഫുള്ളി ഒരു ബ്ലാക്ക്ഡ് എൻജിൻ തന്നെയാണ്. ക്രോം പാർട്സ് വളരെ കുറവാണ്. പഴയ മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രോം പാർട്സ് വളരെ കുറവാണ്. ആൻഡ് ഡബിൾ എക്സോസ്റ്റ് തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 42 എന്ന് പറഞ്ഞിട്ട് ഹെഡ്ലൈറ്റിൽ എഴുതിയിട്ടുണ്ട്, ഒരു ബാഡ്ജിങ് ഉണ്ട് 42ൻ്റെ. ആൻഡ് ടയർ ബിഗറാണ് ഇത്തവണ. ആൻഡ് പഴയ പോലെ തന്നെ റേഡിയേറ്റേഴ്സിനൊന്നും ഒരു മാറ്റങ്ങളുമില്ല, അവിടെ ഒന്നും ഒരു മാറ്റം ചെയ്തിട്ടില്ല ജാവ. ഡിസൈൻ വൈസ് ആണ് കൂടുതൽ ചെയ്തത്. നമ്മൾ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ന്യൂ ആൽഫ 2 എഞ്ചിനാണ്, 334 ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ആൻഡ് 28 HP ഓഫ് പവർ ആൻഡ് 29 Nm ഓഫ് ടോർക്ക് അറ്റ് 6000 RPM ആണ്. സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ബട്ട് ജാവ പറയുന്നത് മോർ റിഫൈൻഡ് ആൻഡ് മോർ ലേബിൾ ആയി എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. ഫ്രണ്ടിൽ നിന്ന് ലുക്ക് ഇത് തന്നെ, ടാങ്കിൽ അതേപോലെ തന്നെ 42 ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹസാർഡ് ഉണ്ട്, നോർമലി എല്ലാ ഇപ്പോൾ വണ്ടിയിൽ വരുന്ന മാതിരി ഹസാർഡ് ലൈറ്റ് എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഹസാർഡ് വരുന്നുണ്ട്. ഫുള്ളി ഇൻഡിക്കേറ്റേഴ്സാണ്, ഫുള്ളി LED സെറ്റപ്പാണ്, ഹലോജനൊന്നും ഇല്ല. ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ടാങ്ക് ഒരുപാട് ഇഷ്ടമായി. ടാങ്ക് ഇത്തവണ ജാവ ചെയ്ത ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ടാങ്കിന് പറയാൻ. അതിന് കൂടുതലൊന്നും പറയാനില്ല, കാരണം അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഓൾഡ് വേറെ വേർഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജാവേൻ്റെ അവർ ആ പെയിൻറ്റിങ്ങിനും ബിൽഡിനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എലോയ്സ് ഇത്തവണ നമുക്ക് ഡയമണ്ട് കട്ട് എലോയ്സ് ആണ് ജാവ കൊണ്ടുവന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സ്വിച്ചുകൾ ABS ഒന്നുമല്ല, നോർമൽ ഡ്യുവൽ ചാനൽ ABS തന്നെയാണ്. നമ്മൾ പഴയ ജാവ 42 ഇതാണ്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കാണാൻ തന്നെ. രണ്ടും വേറെ തന്നെ ഡിസൈനാണ്. ഓക്കെ, ബാക്ക് ടെയിൽ സെയിം ആണ്, ബട്ട് ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്കുള്ളത് ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നോക്കി ബാക്കി പറയാം. ഇതൊരു ബ്ലൂ കളറാണ്, ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരാം. അതാ ഈ കളറും കാണാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇറക്കിയ എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ്. ഇതൊരു ബ്ലൂ ആൻഡ് ഒരു വൈറ്റ് ആണോ ഗ്രേ ആണോ മനസ്സിലാവില്ല. ബ്ലൂ ആൻഡ് വൈറ്റ് ഓർ ഗ്രേ, ഞാൻ സ്പെക്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. കാണാൻ രസമുണ്ട്. ഇതും നല്ല കളർ തന്നെയാണ്, നല്ല കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. ടോട്ടലി 4 കളേഴ്സാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ ഒരുപാട് റിലയബിളായ മാതിരി തോന്നുന്നു ഓടിക്കുമ്പോൾ. കുറച്ചും കൂടി സ്മൂത്തായിട്ടുണ്ട്. ആൻഡ് ഗിയർ ബോക്സ് ആയാലും കുറച്ചും കൂടി സ്മൂത്താക്കിയിട്ടുണ്ട് ജാവ. അവർ എൻജിൻ്റെ മുകളിൽ കുറച്ച് കളിച്ചിട്ടുണ്ട്. അത് ആ ആൽഫ 2 എൻജിൻ എന്ന് പറഞ്ഞ എൻജിന് അവർ കുറച്ചും കൂടി R&D ചെയ്തിട്ട് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് ആ എൻജിനൊന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട് ഇതാണ്.
ഗിയറിൽ വണ്ടി പോകുമ്പം എനിക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. ഒരു നെഗറ്റീവും ഒരു ഫാൾസ് ന്യൂട്രൽസോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. ക്ലച്ചിലേക്ക് വരികയാണെങ്കിൽ ക്ലച്ച് ഒരു മോഡറേറ്റ്ലി ഈസി ക്ലച്ചാണ്. നമുക്ക് ഓവർ ഹാർഡ് ക്ലച്ചും അല്ല, ഒരു ആവറേജാണ്. നമുക്ക് സിറ്റി യൂസ് ആയാലും ടൂറിങ്ങിലായാലും ബെസ്റ്റ് ക്ലച്ച് തന്നെയാണ്. അല്ല ഒരുപാട് ഹാർഡ് ക്ലച്ചൊന്നുമല്ല. ആൻഡ് സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്. ചെറുതായിട്ട് എനിക്ക് ആ മിററിൻ്റെ ആ ഭാഗത്താണ് ചെറിയൊരു വൈബ്രേഷൻ ഇങ്ങനെ അടിക്കുന്നത്. ഈ മിറർ ആ നട്ട് കറക്റ്റായിട്ടാണോ എന്നറിയില്ല. എന്തായാലും അവിടുന്ന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. നിങ്ങൾക്ക് മിററിലൊക്കെ നോക്കിയാൽ കാണാം, ചെറുതായിട്ട് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ട്. അല്ലാതെ ഫുൾ ബക്കിലോ വേറെ എവിടെയും വൈബ്രേഷൻസ് ഒന്നുമില്ല. എക്സോ സൗണ്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. നമുക്ക് ഓരോ ഗിയർ ഇട്ട് പോകുമ്പോഴും ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എക്സോ സൗണ്ട് ഇങ്ങനെ മാറുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആർ പി എം കുറയുമ്പോൾ നല്ല പൊട്ടുന്നുണ്ട്, എക്സോസിന് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. നല്ല എക്സോ സൗണ്ട് നല്ല രസമുണ്ട് കേട്ട് പോകാൻ. സോ നമ്മൾ റിവ്യൂ ഇവിടെ കഴിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സി യു സോ